IPL ക്ലാസിക് പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന് മിന്നിക്കുന്ന വിജയം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഈഡൻ ഗാർഡൻസിൽ വെച്ചാണ് 39 റൺസിന് പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് നേടിയത് 198 റൺസായിരുന്നെങ്കിൽ മറുപടി ബാറ്റിംഗിൽ 158 റൺസിന് KKRന്റെ ബാറ്റിംഗ് അവസാനിച്ചു. പ്ലേ ഓഫിലേക്ക് ഈ വിജയത്തോടുകൂടി ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ് ഗുജറാത്ത്. മികച്ച രീതിയിൽ ആദ്യം മുതലേ ആക്രമിച്ച് കളിച്ച് ബോളിങ്ങിലും ഏറെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞും ഗുജറാത്ത് മത്സരം വരുതിയിലാക്കുകയായിരുന്നു. 114 റൺസിന്റെ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടാണ് ഗില്ലും സായ് സുദർശനും ചേർന്നൊരുക്കിയത്. 55 പന്തിൽ 10 ഫോറും 3 സിക്സും അടക്കം 90 റൺസ് ഗില്ല് നേടിയപ്പോൾ 36 പന്തിൽ 6 ഫോറും 1 സിക്സും അടക്കം 52 റൺസാണ് സായ് സുദർശൻ നേടിയത്. 23 പന്തിൽ 8 ഫോർ നേടിയ ബട്ട്ലർ 41 റൺസ് നേടിയപ്പോൾ ഷാറുഖ് ഖാൻ മത്സരം ഫിനിഷ് ചെയ്തു. കൊൽക്കത്ത ബോളർമാർക്ക് തിളങ്ങാൻ പറ്റാതെ പോയ മത്സരമായിരുന്നു അത്. എല്ലാ ബോളർമാരും അത്യാവശ്യത്തിന് റൺസ് വഴങ്ങി. എന്നാൽ മറുപടി ബാറ്റിംഗിൽ ആദ്യം മുതലേ കൊൽക്കത്തയെ സമ്മർദ്ദത്തിലാക്കാൻ ഗുജറാത്തിന് സാധിച്ചു. തുടക്കം തന്നെ സിറാജിന്റെ ഓവറിലൂടെ ഗുർബാസിനെ പുറത്താക്കിക്കൊണ്ട് മത്സരത്തിലേക്ക് ഗുജറാത്ത് വരവറിയിച്ചു. പിന്നീട് ഇടവേളകളിലെ വിക്കറ്റ് വീഴ്ച സമ്മർദ്ദമാണ് കൊൽക്കത്തയ്ക്ക് സമ്മാനിച്ചത്. 41 റൺസിന്റെ രഹാനെ നരേൻ കൂട്ടുകെട്ടിൽ വിശ്വാസം അർപ്പിച്ചെങ്കിലും നരേന്റെ പുറത്താകൽ മത്സരത്തിലേറെ വഴിത്തിരിവായി. എന്നാൽ ഒരു വശത്ത് 36 പന്തിൽ 5 ഫോറും 1 സിക്സും അടക്കം നിലയുറപ്പിച്ച രഹാനയ്ക്ക് കൂട്ടായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വെങ്കടേഷ് അയ്യരും റിങ്കു സിംഗും റസലുമെല്ലാം അതിവേഗം പുറത്തായി. അവസാന ഓവറുകളിലേക്ക് വമ്പനടിയായിരുന്നു കൊൽക്കത്തയ്ക്ക് ആവശ്യമായിരുന്നത്. എന്നാൽ അത് കൊടുക്കാൻ തക്ക ബാറ്റർമാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. 9 ബാറ്റർമാരുമായാണ് കൊൽക്കത്ത മത്സരം കളിക്കാൻ ഇറങ്ങിയത്, അതും ഇമ്പാക്ട് സബ് ഉൾപ്പെടെ. എന്നിട്ട് മത്സരത്തിൽ കാര്യമായി ഇമ്പാക്ട് ഉണ്ടാക്കാനൊന്നും കൊൽക്കത്ത താരങ്ങൾക്ക് സാധിച്ചില്ല. താരങ്ങളുടെ മോശം ഫോം തന്നെയാണ് കൊൽക്കത്തയ്ക്ക് ഏറെ സമ്മർദ്ദമാകുന്നത്. മോയിൻ അലി, റസൽ, റിങ്കു, വെങ്കടേഷ് എന്നീ പ്രധാന താരങ്ങളുടെ ഫോം കൊൽക്കത്തയെ അതീവ സമ്മർദ്ദത്തിലാക്കി. പോയിന്റ് പട്ടികയിൽ ഏറെ സമ്മർദ്ദമാണ് കൊൽക്കത്തയ്ക്ക് ഈ മത്സരം സമ്മാനിച്ചത്. 8 മത്സരങ്ങളിൽ നിന്ന് 3 വിജയവും 5 തോൽവിയുമായി 7ാം സ്ഥാനത്താണ് കൊൽക്കത്ത. അതേസമയം ഗുജറാത്ത് ടൈറ്റൻസ് 8 മത്സരങ്ങളിലെ 6 വിജയത്തോടുകൂടി പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്ക് കയറുകയും ചെയ്തു. പ്ലേ ഓഫിലേക്ക് ഒരു പടി കൂടി അടുക്കുകയാണ് ചെയ്തത്. അടുത്ത മത്സരം രാജസ്ഥാൻ റോയൽസുമായാണ്. അതും ഗുജറാത്തിനേറെ ആശ്വാസകരമാണ്. കൊൽക്കത്തയ്ക്ക് ഇനിയുള്ള മത്സരങ്ങൾ അതിനിർണായകമാണ്. പഞ്ചാബ് കിങ്സ്, ഡൽഹി ക്യാപിറ്റൽസ് എന്നീ പോയിന്റ് ടേബിളിലെ മുൻനിരക്കാരെയാണ് കൊൽക്കത്തയ്ക്ക് ഇനി നേരിടാനുള്ളത്. അതും KKRന് സമ്മാനിക്കുന്ന അതിസമ്മർദ്ദം വളരെ വലുതുമാണ്.